ലോകം ഉറങ്ങുന്ന രാജകുമാരൻ എന്ന് നൊമ്പരത്തോടെ വിളിച്ച സൗദി രാജകുമാരൻ അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു. 2005 ലണ്ടനിൽ വെച്ചുണ്ടായ ഗുരുതര വാഹന അപകടത്തിൽ പരിക്കേറ്റാണ് 20 വർഷവും അബോധാവസ്ഥയിൽ കഴിഞ്ഞത്. 36-കാരൻ ഖാലിദ് ബിൻ തലാൽ റിയാദ് കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിൽ വെച്ചായിരുന്നു മരിച്ചത്. മകന്റെ മരണം പിതാവ് അമീർ ഖാലിദ് ബിൻ തലാലാണ് ലോകത്തെ അറിയിച്ചത്. വലീദ് രാജകുമാരന്റെ വിയോഗത്തിൽ സൗദി റോയൽ കോർട്ട് അനുശോചിച്ചു. റിയാദിലെ ഇമാം തുർക്കി ബിൻ അബ്ദുൾ മസ്ജിദിൽ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ബദ്ഹഖ് സമീപം ഊദ് മക്ബറിൽ ഖബറടക്കി. വരുന്ന 3 ദിവസം വൈകിട്ട് മക്ബിർ നമസ്കാരത്തിന് ശേഷം റിയാദ് അൽ ഫഹറിലെ ഡിസ്ട്രിക്ട് അമീർ വൽദ് ബിൻ തലാലിന്റെ കൊട്ടാരത്തിൽ പുരുഷന്മാർക്കും സമീപത്തെ അമീർ തലാൽ ബിൻ അബ്ദുൾ അസീസിന്റെ കൊട്ടാരത്തിൽ സ്ത്രീകൾക്കുമായി അനുശോചന ചടങ്ങ് നടക്കുമെന്നും പിതാവ് അമീർ ഖാലിദ് ബിൻ തലാൽ അറിയിച്ചു. അപകടം നടക്കുമ്പോൾ 15 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ വലീദിന്. യുകെയിലെ സൈനിക കോളേജിൽ പഠിക്കുകയായിരുന്നു അദ്ദേഹം ആ സമയത്ത്. അബോധാവസ്ഥയിൽ രാജകുമാരനെ റിയാദിലെ കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയിലേക്ക് മാറ്റി. 20 വർഷമായി അവിടെയായിരുന്നു ചികിത്സ. അമേരിക്കൻ സ്പാനിഷ് വിദഗ്ധരുടെ ചികിത്സ ലഭിച്ചിട്ടും ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. ഇടയ്ക്കിടെ വിരലുകൾ അനങ്ങുന്നത് പോലുള്ള ചലനങ്ങൾ ശരീരം കാണിച്ചത് കുടുംബത്തിന് പ്രതീക്ഷകൾ നൽകിയെങ്കിലും വലീദ് പൂർണ്ണ ബോധത്തിലേക്ക് മടങ്ങി വന്നില്ല.